6 പേരെ 7 പേരെ ഒരു പയ്യനെ അടിക്കുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എന്ത് പ്രശ്നം തന്നെ ആവട്ടെ സംസാരിച്ച് തീക്കാം. ഒരിക്കലും അടിപിടി നടത്താൻ പാടില്ല, ഗുണ്ടായസം കാണിക്കാൻ പാടില്ല. ആ പയ്യനെ അടിച്ച അത്ര പേരുടെ പേരിൽ ആക്ഷൻ എടുത്തേ പറ്റൂ. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നെങ്കിൽ വ്ളോഗ് അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ശരിയായാലും. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 81 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 17/4/2024 17/4 കറക്റ്റ്. ഓക്കെ കേട്ടോ. മണി ഇപ്പോൾ കറക്റ്റ് 6 മണി ആവാറേ. 6 മണിക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. പോകേണ്ട സ്ഥലം ആസീസ് റെസ്റ്റോറന്റ് ആണ്. സമയമില്ല, ഓർഡർ അടിച്ച് 10 മിനിറ്റ് ആയി. ഇനി ഡിലേ ആയി പോകും. പിന്നെ ഓർഡർ ക്യാൻസൽ ആയി, ഇൻസെന്റീവ് പോകും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫ് അടിച്ച് പൊളിക്കണം. കമൺ. അപ്പോൾ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഡിലേ ആയി കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ആവും, ഇൻസെന്റീവ് പോകും. ഓക്കെ പോന്നാ കമോൺ പോയിട്ട് രാമേ. ഓക്കെ ഫോണ് പേഴ്സ് ഹെഡ്ഫോൺ എങ്ങോട്ടും എല്ലായിടത്തല്ലോ. ശരി ഓക്കെ പോയിട്ട് നാട്ടെ. ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണ് പേഴ്സ് ഹെഡ്ഫോൺ എങ്ങോട്ട് കുടിക്കാനുള്ള വെള്ളം എല്ലായിടത്തും വെച്ചുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല ഒരു വെയിലാണ്. ഉച്ചയ്ക്കൊക്കെ വൈകിട്ടാകുമ്പോൾ വെയിലില്ല, കാരണം സൂര്യൻ അസ്തമിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ ഇന്നത്തെ വൈബ് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ വൈബാണ്. പോയിട്ടാ ചേട്ടാ. അമ്മയും ചേട്ടനാണ് ഇപ്പോൾ പോയത്. ചേട്ടാ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ വെപ്രാളമാണ്, പക്ഷേ നിൽക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഓക്കെ നമ്മളങ്ങനെ പൂജപ്പുര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് പൂജപ്പുര മെയിൻ റോഡ്. വണ്ടി സൈഡിലൂടെ പാർക്ക് ചെയ്യാം. അപ്പുറത്ത് പാർക്ക് ചെയ്യാം. പാതിരാക്കിളി നൊമ്പരം തോടുടോ. ഓക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. തോന്നുന്നു പേരാ ഫിക്സ്ഡ് ഓർഡർ. ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. അകത്ത് വയ്ക്കാം. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് 6 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട സ്ഥലം വട്ടിയൂർക്കാവ് കരിമംഗലം. അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ കിഴി പൊറോട്ടയാണ്. നേരെ വീട്ടിൽ തുടങ്ങി ഇരുട്ടാറായി. ഇപ്പോൾ പഴയ പോലെ അല്ല, ഉടനെ ഓർഡർ അടിക്കണം കേട്ടോ. സാറിന് 1 മണിക്കൂർ ചുമ്മാ കുറ്റി അടിച്ചിരിക്കും. ഇപ്പോൾ 6 മണിക്ക് ലോഗിൻ ചെയ്ത് 6 കാലമായപ്പോൾ ഓർഡർ അടിച്ച് 6:30 ഇവിടെ എത്തി ഫുഡ് എടുത്തിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല അല്ലേ? വേറെ വിഷയമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ വിഷയമില്ല, അത്ര തന്നെ. ചുമ്മാ ചോദിക്കാൻ പാടില്ല അല്ലേ? പാതിരാക്കിളി ഒരു നൊമ്പരം. പക്ഷേ ഇതൊരു സാഡ് സോങ് അല്ലേ? നല്ലൊരു മോട്ടിവേഷൻ സോങ് പാടാം അല്ലേ? എപ്പോഴും ഒരു ഉഷാറാവുള്ളൂ. ഒരു അടിയായിട്ടുണ്ട്. എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻ റെസ്റ്റോറൻറ്റിൽ നമ്മളെ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന പയ്യനും അവിടുത്തെ പാർക്കിങ്ങിൽ നിൽക്കുന്ന സ്റ്റാഫുമായിട്ട് നല്ല അടിയായി. സംഭവം വേറെ ഒന്നുമില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞത് പാർക്കിംഗ് ഇഷ്യൂ തന്നെ. അതായത് അവിടെ കാർ പാർക്ക് ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ കാർ ഉടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ സൊമാറ്റോ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഇടയ്ക്കറി പോയപ്പോൾ ലൈറ്റായിട്ട് എന്തോ ചെറിയ ക്ലാഷ് ആയി അവർ തമ്മിലായിട്ട്. അതായത് ആ കാർ ഓടിച്ച ആൾ വന്നിട്ട് നമ്മൾ ഡെലിവറി ബോയ് എടുത്ത് ഒരുമാതിരി മര്യാദയില്ലാതെ സംസാരിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായ സമയത്ത് ഞാൻ ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചില്ല. ചിലപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയണില്ല എന്താണെന്നുള്ളത്. ഓക്കെ കണ്ടല്ലോ എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് സംഭവം.
അപ്പോൾ ഇതിൽ മെയിനായിട്ട് തെറ്റെന്ന് പറയണത് ചിലപ്പോൾ നമ്മളെ പയ്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണുമായിരിക്കും, ഇല്ലെന്ന് പറയാനുള്ള ഒരു മിനിറ്റ് പെട്രോൾ അടിച്ചോട്ടെ. പക്ഷെ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അടിക്കാൻ പാടില്ല അല്ലേ, അടിക്കണത് തെറ്റാണ്. പോലീസുകാർക്ക് പോലും പബ്ലിക്കിന് അടിക്കാൻ അധികാരമില്ല, അങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ട് അറിയാമല്ലോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എങ്ങനെ കൈവയ്ക്കും നമ്മൾ ആൾക്കാരുടെ മേളിൽ? ഒരു ഗുണ്ടായുസം പോലെ ആയിപ്പോയില്ലേ. ഒരു 4-5 പേര് ചേർന്ന് ഒരു പയ്യനായിട്ട് അടിക്കുന്നത് ഭയങ്കര മോശപ്പെട്ട ഒരു പരിപാടിയാണ്. എന്ത് പ്രശ്നമായാലും സംസാരിച്ചേക്കാന്നേ ഉള്ളൂ, കൈവയ്ക്കണത് മഹാ തെറ്റാണ്. ഇപ്പോൾ ഈ പേരൻ ഹോട്ടലിലെ പേരില്ലാതാക്കാൻ വേണ്ടി പറയണമല്ല, അപ്പോൾ അവരെ ഭാഗത്ത് ഞാൻ ചിലപ്പോൾ കാണുമായിരിക്കാം, എന്നാലും കൈവച്ചത് മഹാ തെറ്റാണ്. അടിക്കാനുള്ള അധികാരം ഒട്ടും തന്നെ ഇല്ല. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനെതിരായിട്ട് നമ്മളെ സൊമാറ്റോയുള്ള യൂണിയൻകാരൊക്കെ ചേർന്ന് റിയാക്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. ചെയ്യാതിരിക്കാൻ വഴിയില്ല, കാരണം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഇതേ ഗതിയായിരിക്കും. അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യം ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യണം. പേരൻ റെസ്റ്റോറൻറ്റ് കാര്യം ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യരാണ് എല്ലാവരും പോലെയും. ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത ഫുഡാണ് നമ്മൾ എടുക്കാൻ വന്നിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങി വന്നതല്ല. അത് ആദ്യം മനസ്സിലാക്കണം. കിട്ടുന്ന രീതി തന്നെയാണ്. ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ അക്കളി വീക്കളി സൂക്ഷിച്ചോ, മാനേജ്മെന്റ് സൂക്ഷിച്ചോ, ഇക്കളി വീക്കളി സൂക്ഷിച്ചോ. ഞങ്ങൾ കൈകാര്യം ചെയ്തു തരാം, ഞങ്ങൾ ഉറപ്പാണ്. അല്ലല്ല അവിടെ അവിടെ ഒന്നും അല്ല സംസാരിക്കല്ലേ. 6 പേര് 7 പേര് ഒരു പയ്യനെ അടിക്കുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. പയ്യനെ കൂട്ടിയിട്ട് പയ്യനെ പിടിച്ചെടുക്കുന്നത് ഇല്ല ഇല്ല ഇവിടെയുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ വണ്ടി കൊണ്ട് വയ്ക്കുന്നത് യാദൃച്ഛികമായിട്ട് വണ്ടി കൊണ്ട് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇടപെടുന്ന രീതികൾ ശരിയല്ല. ഇത് കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താഴെ ആയിരുന്നാലും ആരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഞങ്ങളാരും. ഇതിപ്പോൾ കൈവച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കുറച്ച് പേര് ഈ കൂട്ടായ്മയായിട്ട് വന്നിരിക്കുന്നത്. ഇത് ന്യായമായിട്ട് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. ഇത് നിങ്ങളിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കൂലേ, ആ ഒരു പ്രതിഷേധമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല പ്രശ്നങ്ങൾക്കോ ഒന്നുമല്ല. ഇനി ഇത് നടക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഇടപെടുന്ന രീതി ശരിയല്ല ഞങ്ങളോട്. എന്താണ് നിലപാടെന്നുള്ളത് നമ്മൾ പറയാം. വളരെ ഒരു നിർഭാഗ്യവശാലുള്ള ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെ ഉണ്ടായത്. അതിലേക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ നമുക്ക് ക്ഷമ ചോദിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അത് ചേട്ടന്മാരൊക്കെ പറയും പോലെ അവിടെ താഴെ വണ്ടിയിൽ അവിടെ ഒതുക്കുന്ന സമയത്ത് അവിടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ അറിയിക്കുമ്പോൾ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ വിശ്വാസം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അറിയിക്കുക, നമുക്കത് നമ്മൾ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനം അനുസരിച്ച് ആരുടെ ഒരു മറ്റേ നെഗറ്റീവായിട്ടുള്ള ഒരു ഡീലിംഗ് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കാനോ ബിസിനസ് നടത്താനോ സമ്മതിക്കുന്ന ഒരു മാനേജ്മെൻ്റ് അല്ല മെയിനായിട്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച 2 മണിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ പയ്യൻ്റെ നമ്പർ നമ്മൾ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. കാര്യം ഇതെന്താണെന്നുള്ള നമുക്കറിയണമല്ലോ. അപ്പോൾ പയ്യൻ്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ സംഭവം നമ്മുടെ ഒരു നമുക്കിപ്പോൾ അവരുടെ ന്യായീകരിക്കുന്നതല്ല, ഒരു ഗസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഡെലിവറി ബോയ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അന്ന് യാദൃശ്ചികമായിട്ടൊരു 2-3 പേര് ആ പയ്യനെ അടിച്ചതായിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ടു. അപ്പോൾ പയ്യനും തിരിച്ചടിക്കുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മുടെ ഒരു കമ്പനി സ്റ്റാഫ് എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഈ 3 പേരെ നമ്മൾ ആക്ഷൻ ഒരാൾക്ക് നമുക്ക് ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് കയറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 പേരെ നമ്മൾ ഒരു കൺഫർമേഷൻ, അതായത് ഇപ്പോൾ ഈ സംഭവം നമ്മളോട് പറയണം, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ അവരെ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു പറയുന്നത് വരെ നമ്മൾ എടുക്കില്ല. ഇതിനാണ് നമ്മുടെ തീരുമാനം. കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ പയ്യൻ ഓക്കെയാണ്, അവന്റെ എന്തെങ്കിലും ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയോടുകൂടി നമുക്കൊരു ഉറപ്പ് തരണം. ഇനി നിങ്ങളുടെ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക്
ഇങ്ങനെയുള്ള സംഭവം നമ്മൾ ബൈക്ക് കൊണ്ട് വെക്കുമ്പോഴൊക്കെ സംസാരം കുറച്ച് മാനേജ് ഞങ്ങൾക്ക് അഭിമാനത്തോട് ജോലി ബൈക്ക് കൊണ്ട് വെക്കുമ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഫുള്ള് കാറോടെ കിടക്കും. അപ്പൊ നമ്മളെ ബൈക്ക് വെച്ച് ആകെ ഞങ്ങളുടെ ബൈക്ക് അവർക്ക് അവകാശമില്ല. മനസ്സിലായില്ലേ? ഈ രീതി മാറ്റിയാൽ മതി. മര്യാദ ഇല്ലെങ്കിലും നമ്മളെ ചീപ്പ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റും. ഇനി ഉണ്ടാവാൻ പാടില്ല. ആ പയ്യനെ കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ സംസാരിക്കേണ്ട വോയിസ് ഉണ്ട്. പയ്യന് വയ്യ, പയ്യന്റെ കഴുത്തും കൈയൊക്കെ വയ്യ. പയ്യൻ അവിടെ വീട്ടിൽ കിടക്കണം. ഹോസ്പിറ്റലൈസ് ആണോ? ഇപ്പൊ ഒന്ന് വിളിക്കാം. എന്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണേനും നമ്മൾ അറിയിച്ചിട്ടേ ചെയ്യാവൂ. ഒരാൾക്കാർ നമ്മൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരും ചോദിക്കാൻ പറയാൻ ആളില്ല. നമ്മളൊക്കെ എന്തോ വർക്ക് ചെയ്യുന്നത്, ഇവരൊക്കെ അനാഥ പയ്യന്മാർ, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സത്യം പറയാമല്ലോ, നമുക്ക് കുടുംബമുണ്ട്, നമുക്കും ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങളെപ്പോലെ എല്ലാ ഫീലിങ്സ് നമുക്കും ഉണ്ട്. നമ്മൾ ആ ഒരു റെസ്പെക്ട് നമുക്ക് തരണേ പറ്റൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിച്ച് കൊള്ളായിരുന്നു. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. വട്ടിയൂർക്കാവല്ലേ, അതാണ് ഈ പാട്ട് പാടിയത്. പാതിരാക്കിളി എന്തോ ആ പാട്ട് പാടാൻ തോന്നി പെട്ടെന്ന്. കാരണം നമ്മളെന്നും പറഞ്ഞില്ല, നമ്മളൊക്കെ അങ്ങനത്തെ വിലയാണ് വെച്ചാൽ സമൂഹത്തിൽ കുറേ ആൾക്കാരൊക്കെ. ശരി, കുഴപ്പമില്ല അല്ലേ? കർമ്മ അല്ലേ, നമ്മൾ എന്ത് കർമ്മം ചെയ്തോ അത് തിരിച്ച് അതേപോലെ അടിക്കും അല്ലേ? നല്ലത് ചെയ്താൽ നല്ലത് വരും, കെട്ടത് ചെയ്താൽ, അതായത് ചീത്ത കാര്യങ്ങൾ ചെയ്താൽ ഡബിളായിട്ട് അടിക്കും. അതാണ് അതിൻ്റെ റൂൾ അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ആർച്ചിനകത്ത് ഈശ്വര അമ്മൻ സരസ്വതി ക്ഷേത്രം ഇങ്ങോട്ടേന്. ഓക്കെ ലൊക്കേഷൻ എത്തി. അവിടെ തന്നെ ഇടയ്ക്കൊരു ഡ്രെയിനേജ് പണി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞല്ലേ? അവിടെ തന്നെ. ഓക്കെ ഒന്നേ തന്നോളൂ. ചിക്കൻ കിഴി പൊറോട്ട ഒന്നാണ് ഓർഡർ ചെയ്തത്. ആ, ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കൊടുത്ത് എത്ര പൈസ പോയി കൊടുത്തത് മാറിപ്പോയി കാണും. ചിലപ്പം ഡബിൾ ഇൻറ്റു കൊടുക്കണം, ഇൻറ്റു 2 കൊടുക്കണം. ഒന്നാണ് കൊടുത്തത്, ഒന്നാണ് കൊടുത്തത് കേട്ടാ. ഓക്കെ എന്നാൽ ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഐശ്വര്യം ഡെലിവറി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കേട്ട ഓർഡർ പേയ്മെൻറ്റ് 37 രൂപ 37 പൈസയാണ്. കൊള്ളാമല്ലോ, 37. അപ്പോൾ നമ്മൾ നേരെ അടുത്ത് പോകേണ്ടത് ശാസ്ത്രമംഗലത്താണ്. അവിടെ പോയി നിന്ന് അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ. അപ്പോൾ ഇതിന് അടിയാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ആ കാർ ഓടിച്ച ആൾ കാർ പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഈ പയ്യൻ ഇടയിൽ കയറി പോയി. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഈ കാർ ഓടിച്ച ആൾ പറഞ്ഞത് ബൈക്ക് എടുത്ത് മാറ്റാ, ഇങ്ങനെ എന്തോ പറഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ ബൈക്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞത് ഓക്കെ, ന്യായമുണ്ട്. മാറ്റടാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലേ? നമ്മളെ എടാ പോടാന്ന് വിളിക്കാനുള്ള അധികാരം ഒരുത്ത മാർക്ക് കൂടെ ഇല്ല. നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് അല്ലാതെ പുറത്തുള്ള ഒരു പരിചയമില്ലാത്ത ആൾ നമ്മളെ കയറി എടാ വിളിക്കാനുള്ള അധികാരം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ചോദിച്ചപ്പോഴാണ് ഇത് കയറി ക്ലാഷ് ആയതും അടിയായതല്ല അടിച്ചത്. അടുത്ത ഓർഡർ അടിച്ചൊരു മിനിറ്റേ. ഓസിസ് ഐസ്ക്രീം പാർലർ, വെള്ളയാമ്പലത്ത്. ശരി, ബാ പോവാം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. എത്തി ഓസിസ് ഐസ്ക്രീം അല്ലേ? ഓസിസ് സിൻസ് 1996. ഓമ്മോ, എത്ര വർഷമായി. എന്നേക്കാളും 6 വയസ്സിനുള്ളത് ഈ റെസ്റ്റോറൻറ്റ്. ഞാൻ 90 ആണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ എത്ര വയസ്സുണ്ട് കറക്റ്റായിട്ട്? എനിക്ക് 33 വയസ്സാണെങ്കിൽ ഇതിന് എത്ര വയസ്സ് വരും? 27 വയസ്സല്ലേ? ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 3 മിനിറ്റ് ആവും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി വന്ന് 2031 31. ഓക്കെ, ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിക്ഡ് ഓർഡർ. ഇവിടെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം, ചെറിയ കഥവാണ്, കുനിഞ്ഞ് തന്നെ പോകണം. പുരുഷൻ അനുഗ്രഹിക്കണം, അതുപോലെ പുരുഷൻ അനുഗ്രഹിക്കണം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം മേലാറന്നൂറാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മാംഗോ ഷേക്ക്, ഒറിയോ ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റായി നോക്കിയില്ല. ശരി, കുഴപ്പമില്ല, എന്തൊക്കെ ഐറ്റം ആവട്ടെ, നമ്മൾ കുടിക്കാനാണ് പോകണമല്ലേ? ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, കറക്റ്റായിട്ട് ഓർഡർ അടിച്ച് പോവുകയാണ്, ഡിലേ ആവാതെ. സൂപ്പർ, ഇതാണ് ഓർഡർ. ഇങ്ങനെ അടിക്കണം അല്ലേ? ഇതിപ്പോൾ ചുറ്റി കറങ്ങി നമ്മൾ പോകണം ആവശ്യമില്ല. പക്ഷേ മര്യാദയ്ക്ക് അതുവഴി പോയാൽ മതിയായിരുന്നു. അതുവഴി ശാസ്ത്രമംഗലം കയറി അവിടെ നേരെ ഇടപ്പഴഞ്ഞ് അങ്ങനെ പോയാൽ മതിയായിരുന്നു. മണ്ടത്തരം കാണിച്ചുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമുള്ളയ്യാ? നീ ഒന്നും ചെയ്യണ്ട, ഇതുവഴി ഇറങ്ങി ഇങ്ങനെ പോകും നമ്മൾ. ശരി, നേരെ ഇറങ്ങാം, വാ. ഓക്കെ, നമ്മൾ ഇവിടെ കൂടെ കറങ്ങി കറക്റ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതി നിൽക്കുകയാണ്. ഇവിടെ റൈറ്റ് പോകണം. ഇവിടെയാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഉള്ളത്. ഇതുവഴിയാണ് നേരെ പോയി എവിടെ എത്തും? മേലാറന്നൂർ എത്തും. മേലാറന്നൂർ അല്ലേ? ഇത് കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. മാറനല്ലൂറുണ്ട്, മേലാറന്നൂറുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരും. അപ്പോഴാണ് ഈ പേരുകൾ മിക്സ് ആവണത്. ഇതൊക്കെ ചെയ്യാം. നാക്കിൻ്റെ ഓരോ കാര്യങ്ങളല്ലേ? ഈ നാക്ക് പാവമാണ്, ഭയങ്കരമാണല്ലേ?
ചില സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് അകത്ത് തരുന്നുള്ളയും അടികൊള്ള നമ്മളായിരിക്കും അല്ലേ. വലിയ വലിയ യുദ്ധങ്ങൾ നടക്കാൻ കാരണം ഈ നാക്കായിരിക്കും അല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയി കളയും, അത് അടിപിടിയാവും, ഗ്യാങ് വാറാവും, പിന്നെ അത് വലിയൊരു വേൾഡ് വാറായിട്ട് മാറും. അതുകൊണ്ട് മനുഷ്യൻ്റെ ദേഹത്തിൽ ഏറ്റവും വലിയ ആയുധം നാക്കാണ്. അതൊന്നും നല്ലപോലെ അടക്കി പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റായ വാക്കുകൾ മാത്രം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വേറെ വിഷയമില്ല അല്ലേ. ഓക്കെ, നമ്മളെ റെയിൽവേ ക്രോസ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്, നമുക്ക് നേരെ പോകേണ്ട ആവശ്യമില്ല. അവിടെ ഗേറ്റ് അടച്ചിരിക്കണം. സൂപ്പർ. ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് നേരെ പോയാൽ കുഞ്ചാലമൂട്. നമുക്ക് എങ്ങോട്ട് പോകാം? അടുത്തത് കുഞ്ചാലമൂട് പോകണം, ജഗതി പോകണം. ജഗതി പോകാം അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ പൊളി സൂപ്പറായില്ലേ. പക്ഷേ ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും സൗണ്ട് ആയിരിക്കും. കാരണം ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ അവർക്ക് ഉറങ്ങാൻ പറ്റും രാത്രി? അതാണ് ഏറ്റവും വലിയ പാട്. അതൊക്കെ ശീലമായിരിക്കും ശരിയാവില്ലേ ഏതൊരു സംഭവമായാലും. മാമാട്ടി മാമാട്ടി മാമാട്ടി, ഇതൊക്കെ കിഡ്സിൻ്റെ പാട്ടാണ്. വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന പാട്ടാണ്. ചേട്ടൻ്റെ മോള് അത് കേട്ട് കേട്ട് ശീലിച്ച് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ വരും ഇതുപോലത്തെ പാട്ടുകളൊക്കെ. മാമാട്ടി, പിന്നെ ഏതാണ് മഞ്ചാടി. ഇത് പഴയ പാട്ട്, ഇതിപ്പോൾ ട്രെൻഡില്ല. ഇപ്പോൾ ട്രെൻഡ് ഇതൊക്കെ തന്നെ. മാമാട്ടി, കൺമണി, പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ കുറേ. ഇവിടെ ഓക്കെ, നനഞ്ഞ് പോകുന്നല്ലോ പേപ്പർ. അടി പിടിച്ചോണേ. ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എത്ര? 38 രൂപ 70 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച സ്ഥലം മന്തി മനസ്സിലാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. തക്കേടാണ് പോകേണ്ടത്, മേട്ടക്കട ജംഗ്ഷനിൽ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ മേട്ടക്കട ജംഗ്ഷൻ എത്താറായി. ഓ, കംപ്ലീറ്റ് പൊടി കേട്ടോ അവിടെ. എല്ലാം കുഴിച്ചിട്ടിരിക്കുകയല്ലേ. കുഴിച്ച് മൂടിയാ കുഴികളൊക്കെ. ഇനി കംപ്ലീറ്റ് പൊടിയായിരിക്കും. ഇനി റോഡ് ഇടണം, ഇപ്പോഴേ ശരിയാവുള്ളൂ അല്ലേ. സത്തോ കേക്കാതെ വിസിൽ പോടേ, റത്തോ കേക്കാതെ വിസിൽ പോടേ, ഏ നൻപാ ഏ നൻപി ഏ വിസിൽ പോടേ. ഓക്കെ, റെഡിയായി ഫുഡ്. വാ. 1640. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. നമ്മളതിൻ്റെ മൂന്നാമത്തെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുന്നപ്പുഴ. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട്. എത്ര കിലോമീറ്റർ ഇത്? 4 കിലോമീറ്റർ ദൂരമുണ്ട് തോന്നുന്നു. ഓക്കെ, കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ മന്തിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണിയായിട്ടുണ്ട്. 7:30 മണിയായപ്പോൾ 3 ഓർഡർ. നമ്മൾ 6 മണിക്ക് ഫസ്റ്റ് ഇറങ്ങി അല്ലേ. 1 മണിക്കൂറിൽ 3 ഓർഡർ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ന്യായമായതല്ലേ. പൊടി അടച്ചു പോയി, ഗ്ലാസ് അടച്ചെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ മൂക്കിൽ കംപ്ലീറ്റ് പൊടിയാതെ അലർജി ഉണ്ടാകും, പിന്നെ ബോഡി കംപ്ലീറ്റ് ഡാമേജ് ആവും. അറിയാമല്ലോ, ജലദോഷം പനിയൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച വീട്ടിൽ കിടക്കേണ്ടതിന്. പിന്നെ ഒരാഴ്ച ശമ്പളമില്ല, ആകെ ടൈറ്റായി പോകും. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്? ഇതുവഴി പോകേണ്ടത് ജഗതി പൂജപ്പുര. അങ്ങനെ പോകാം. കുറേ നേരം കൊണ്ട് കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കണം വഴികളൊക്കെ. ഞാൻ ഇതുവഴി പറയണതിന് പകരം മറ്റേ വഴി കയറി ജഗതി വഴിയൊക്കെ കിടക്കുക. ആവശ്യമില്ലാതെ കയറി എങ്ങോട്ടൊക്കെ പോയി. അതിൻ്റെ ആവശ്യം ഒന്നും മനസ്സിലാവുന്നില്ല. മൈൻഡ് എവിടെ നിൽക്കുകയാണ് കേട്ടോ. മനസ്സ് വിചാരിക്കണോടത്ത് ശരീരം നിൽക്കണില്ല. ശരി, ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുകയാണ്. വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, അത്ര തന്നെ കറക്റ്റാക്കി നിൽക്കണം. വാ വാ വാ, അടിച്ച് പൊളിക്കണ്ടല്ലേ. നമ്മളങ്ങനെ വിജയമോഹിനി വില്ലെത്തി. ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. നേരെയും പോവാം, റൈറ്റും പോവാം. 2 വഴി ഒന്ന് തന്നെ. ചിലപ്പോൾ നേരെ പോയ ബ്ലോക്ക് ആയിരിക്കും, അങ്ങോട്ട് കയറിയത്. നമ്മൾ പോകുമ്പോൾ ബ്ലോക്ക് ആയിരിക്കും, നമ്മൾ പോയാലും ബ്ലോക്ക് കാണില്ല. അതാണ്. ശരി, ഇതുവഴി പോവാം. മാപ്പ് ഇതുവഴി കാണിക്കുക തന്നെ. ഓക്കെ, നമ്മളെ കുന്നപ്പുഴ എത്തി. ഇങ്ങനെയൊക്കെ കറങ്ങി കൊള്ളാം, കുഴപ്പമില്ല. റോഡ് വലിയ മോശമില്ല. എന്നെ സത്തം ഇന്ത നേരം ഇതയം അവിടെ അല്ലേ. ഓക്കെ, അർജുന. ഓക്കെ ശരി, താങ്ക്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. നല്ല കസ്റ്റമർ അല്ലേ. നല്ല പുഞ്ചിരിയോട് താങ്ക്സ് പറഞ്ഞാ. ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ടിപ്പ് വന്നതിനും കുഴപ്പമില്ല. നല്ല ചിരിച്ചുകൊണ്ട് മുഖത്തോട് താങ്ക്സ് പറഞ്ഞാൽ ഒരു സന്തോഷം, അത്ര തന്നെ അല്ലേ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 53 രൂപ 94 പൈസയാണ്. ഓക്കെ, എന്തായാലും പെട്രോൾ അടിക്കാൻ പോകുന്ന വഴിക്ക് പെട്രോൾ ഒട്ടുമില്ല. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 1 മിനിറ്റ്. ഹോട്ടൽ അസീസാണ്, തിരുമല അടുത്ത. നമുക്ക് GPay വർമ്മനെ മാറ്റിയിട്ടെ വേറെ ആരെങ്കിലും ആക്കിയല്ലോ. കാരണം GPay വർമ്മനെ കുറേ കാണിച്ച് മടുത്തു പോയി. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓക്കെ ബോസ്, നമുക്ക് ദശമൂലം ദാമ വിളിച്ചാലോ. 150. ഓക്കെ, പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമ്മളെ കാണാറുണ്ടാ കൈയോട് എവിടെ താമസിക്കുന്നേ? പാപ്പനങ്ങോട്ട്. ബ്ലോഗിൽ പറഞ്ഞാ ക്യാമറ ഓൺ തന്നെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. നമ്മൾ ഡയലോഗ് അറിയാം നമുക്ക്. ശരി ഓക്കെ, പോട്ടാ. അപ്പോൾ കാണാം. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മൾ സബ്സ്ക്രൈബറാണ്, വേറെ വിഷയമൊന്നുമില്ല. അല്ല, നമ്മളവിടെ പോയാൽ നമ്മൾ ആൾക്കാരുണ്ടല്ലേ. നമ്മളൊക്കെ എങ്ങനെ ചെയ്യുന്ന ഒരു സമയത്തല്ലേ. ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ. ഞാനൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയോ അതൊക്കെ മാറി ഈ ലെവലിലെത്തി. എല്ലാം പ്രാക്ടീസ് തന്നെ. പെട്ടെന്നൊന്നും ആർക്കൊരു കഴിവുണ്ടാവില്ല, എല്ലാം പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്യുന്നതോറും നമ്മളെ പെർഫോമൻസ് നല്ല മെച്ചപ്പെടും. അങ്ങനെയാണ് ഒരു കഴിവ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ?
അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്ത് നല്ല ഒരു ലെവലെത്തുമ്പോൾ നമ്മൾ സൂപ്പറാകും. നമ്മളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും, ആ ലെവലെത്തും കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക, ദിവസവും ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. നെവർ എവർ ഗീവ് അപ്പ്, അത്ര തന്നെ. ഓക്കെ, നമ്മൾ തിരുമല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അസീസ് തിരുമല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കാം. 9457. ഓക്കെ, നമ്മളങ്ങനെ 4ാമത്തെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. പോകുന്ന മണി ഇപ്പോൾ കറക്റ്റ് 8 മണിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം കവടിയാറാണ്. അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ദോശ ടൊമാറ്റോ കോംബോ പിന്നെ പൊറോട്ടയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8 മണി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പാർട്ടി ഒന്ന് തുടങ്ങട്ടുമാ, ക്യാമ്പയിന് കൂട്ടട്ടുമാ. ഒരു സൈഡിൽ നമ്മൾ സൊമാറ്റോ കമ്പനിയെ പറ്റി പല വിഷയം ഉണ്ടെങ്കിലും, പല പ്രശ്നങ്ങൾ കസ്റ്റമർ സൈഡിൽ നിന്ന് റെസ്റ്റോറൻറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ പോലും ഈ ജോലി നല്ല സുഖമാണ്. അറിയാമോ, എന്ത് രസം അറിയാമോ. സിറ്റിക്കകത്ത് നൈറ്റ് റൈഡ് എന്ന് പറയുന്നത് വേറെ ലെവൽ സുഖമാണ്. അത് പെട്രോൾ അടിക്കാൻ പൈസയും കിട്ടും, ശമ്പളവും കിട്ടും അല്ലേ. ആ ഒരു സുഖം വേറൊരു ജോലി കിട്ടില്ല, അറിയാമോ. പിന്നെ പകലിൽ ഭയങ്കര വെയിലാണ്, അത് വേറെ വിഷയം. നമ്മൾ അഗൈൻ ശാസ്തമംഗലത്തി. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇതിൻ്റെ അകത്താണ് പറഞ്ഞത്. ഇവിടെ നിന്ന് താഴെ പോയി റൈറ്റ് അല്ലേ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഈ വീടായിരിക്കും ഇപ്പം അല്ലേ. ഇവിടെ ഹൗസ് നമ്പറില്ല, എന്നാൽ ഈ ഓർഡർ നോക്കുമ്പോൾ 184 ഈ വീടാണെന്നുണ്ടെങ്കിൽ ഇത് അപ്പുറത്തുള്ള വീടാണ് 185B. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒറിജിനൽ നമ്പറില്ല, ഡമ്മി നമ്പറാണ്. അപ്പോൾ ഇത് കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ വരില്ല. ബ്രോ എന്തു ബ്രോ കസ്റ്റമർ നമ്പറൊക്കെ കാണിക്കുന്നു. സൊമാറ്റോ ആണേ. അവിടെ എത്തി. ഒരു 2 കാറുണ്ടല്ലോ, ഓറഞ്ച് കളർ കാറും ഒരു വൈറ്റ് കളർ. അവിടെയാണോ 84B കഴിഞ്ഞിട്ടാണോ? ഓക്കെ, ഇതാ പോരാ. ഇവിടെ തന്നെ ഇവിടെയാണോ? ഓക്കെ. ഓർഡർ ഡെലിവറി. അപ്പോൾ പോകാന്നാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 56 രൂപ 28 പൈസയാണ്. ഓർഡർ അടിച്ചല്ലോ. ബിഗ് ബെല്ലി മോമോസ്, ദേവസ്വം ബോർഡ്, ഒട്ടിയൂർക്കാവ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ബിഗ് ബെല്ലി മോമോസ്. സൂപ്പർ കേട്ടോ. ഓർഡർ അടിച്ചുകൊണ്ടിരിക്കണം, നിൽക്കാൻ സമയം തരുന്നില്ല. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സമ്പാദിക്കാം, സൂപ്പറായിട്ട് നല്ല സമ്പാദിക്കാൻ പറ്റും. സൂപ്പറല്ലേ കവടിയാർ, അടിപൊളി അല്ലേ. കവടിയാർ എപ്പോഴും ലുക്കാണല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. കവടിയാറിന് റൈറ്റ് കയറി മറ്റെവിടെ പോകണം, ഇവിടെ ദേവസ്വം ബോർഡിൽ. സൂപ്പർ ലുക്കല്ലേ ഇവിടുത്തെ ഏരിയ. അടി സ്റ്റൈലായിട്ടുണ്ട്. സ്റ്റൈൽ പ്ലസിൻ്റെ കുറേ ബോർഡുണ്ടാ, ലൈറ്റുള്ള ബോർഡുകളൊക്കെ. അതൊക്കെ കാണുമ്പോൾ പ്രത്യേക ലുക്കല്ലേ. ഓക്കെ, പോകാന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം വട്ടിയൂർക്കാവാണ്. ഇവിടുന്ന് കറക്റ്റ് ഒരു 5.7 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം 2 സ്ട്രോബെറി ഐസ്ക്രീമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, അത്ര തന്നെ. നൈറ്റ് റൈഡ് അടിപൊളിയല്ലേ. ട്രിവാൻഡ്രം സിറ്റി കാണാൻ പറ്റണ സൂപ്പറായിട്ട്, അത് മതി, എത്ര തന്നെ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാരൊക്കെ ഗൾഫ്, UK, അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ട്രിവാൻഡ്രം കാണാതെ വർഷങ്ങളായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ വഴിയാണ് ട്രിവാൻഡ്രം കാണുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ വഴി അവർ ട്രിവാൻഡ്രം കണ്ട് സന്തോഷിക്കണം അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ കണ്ടതിന്. ഓക്കെ, നമ്മളങ്ങനെ വട്ടിയൂർക്കാവെത്തി. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോയാൽ നെട്ടയം അല്ലേ, റൈറ്റ് പോയി കഴിഞ്ഞാൽ കാച്ചാണി. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത് അല്ലേ. പരുത്തിവിള, കല്ലുമല. എവിടെ മലയുണ്ട്, ഇതൊക്കെ പഴയ പേരുകളല്ലേ, എന്തെങ്കിലും കാരണം കാണുമല്ലേ. ഇവിടെ റൈറ്റാ, ശരി റൈറ്റ്. പിന്നെ ഇങ്ങോട്ട് പിന്നെയാണ് ബ്രഹ്മയുഗം മോഡ് ഓണാകാൻ പോകുന്നത്. ഓണായിക്കോ. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ശിവനെ, അത് ജില്ല അതുപോലെ ആയിപ്പോയി. ഇവിടെയൊക്കെ വഴിയുണ്ടാ. ഇന്ത ഇറവുതാൻ പോതുമേ പോതും. ഇത് മലയെന്നല്ല, കുഴിയാണത്. കല്ല് മലയല്ല, കല്ല് കുഴിയാണ്. അവിടെയാണ്. ഓക്കെ, ഇതാ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കേട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 57 രൂപ 90 പൈസയാണ്. അപ്പോൾ നേരെ വന്ന വഴി തിരിച്ച് പോവാം. നേരെ വട്ടിയൂർക്കാവ് പോയിട്ട് ശാസ്തമംഗലം പോകാം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഡീപ്പ് പാരിസ് ശാസ്തമംഗലമാണ്. നമ്മൾ ശാസ്തമംഗലം ഡീപ്പ് പാരിസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊണ്ട് ലെഫ്റ്റിൽ വണ്ടി പാർക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. പോയെടുക്കാം. ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, കാരണം വളവായതുകൊണ്ട് വണ്ടി ദൂരം നിന്ന് വരുമ്പോഴേക്ക് നമ്മൾ കയറുമ്പോൾ പെട്ടെന്ന് അടുത്ത് വരും. വളവിലേക്ക് ക്രോസ് ചെയ്യും, നോക്കി ക്രോസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ആവാൻ ചാൻസ് കൂടുതൽ വളവിലാണ് അല്ലേ. 4010. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കാഞ്ഞിരംപാറയാണ്. അവിടെ നിന്ന് 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം ബാർബിക്യൂ ചിക്കനാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:50 ആയിട്ടുണ്ടേ. ഇപ്പോൾ കഴിഞ്ഞ് കുറേ വ്ളോഗ് ഫുൾ നൈറ്റാണ്. അടുത്ത ഡേ വ്ളോഗ് ചെയ്യണം. ഇപ്പോൾ അടുത്ത പകലൊന്ന് വ്ളോഗ് ചെയ്യണമുണ്ട്. വെയിലൊന്ന് കുറഞ്ഞാൽ കൊള്ളായിരുന്നു, ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. അതാണ് ചെയ്യാത്തത് മെയിനായിട്ട്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് അല്ലേ, വൈലറ്റ് കളർ മതിൽ. ഇവിടെയാണ് ഓർഡർ ചെയ്തത്. ശ്രീവിദ്യ. ഓക്കെ, ഡേയുടെ വിളിക്കണ്ട, സൊമാറ്റോ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ.
അങ്ങനെ ആരും വിളിക്കില്ല, ഡേ വിളിക്കില്ല അറിയാം. ഡേ എന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല. വിളിക്കുമ്പോൾ ആരും ഇത് വേണ്ടേ? ശരി കുഴപ്പമില്ല. ഒരു മിനിറ്റ്. 269 269. ഓക്കെ താങ്ക് യു. ഓക്കെ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ചാൽ ഡീ പാരിസ് ഗ്രിൽസ്. ഇതിവിടെ കുറവാണൊക്കെ അവിടെയാണ്. ടിപ്പുണ്ട് 30 രൂപ. സൂപ്പർ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 28 രൂപ 48 പൈസയാണ്. ഞാൻ അവിടെ പോയി കസ്റ്റമർ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് മാളിലൊരു മാമൻ ഡേ ഞാൻ വിളിക്കാട്ടില്ല ആദ്യം. കാരണം എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ ഇടയിൽ വിളിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും റെസ്പെക്ട് ചെയ്യണം ആരായാലും ശരി. അത് വയസ്സിന് കുറഞ്ഞ ആൾക്കാരായാലും കൂടിയ ആൾക്കാരും ആദ്യം റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ മനസ്സിലായി സൊമാറ്റോ വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ളത്. ഇപ്പോൾ സൊമാറ്റോ വർക്ക് ചെയ്യുന്ന ആളെ ഇടയെ വാടക വിളിക്കാൽ ഇത് KSAB വാട്ടർ അതോറിറ്റിന്ന് ആൾക്കാർ വന്നെങ്കിൽ ഇങ്ങനെ വിളിക്കുമോ? ഒരു ബില്ല് തരാൻ വരെയാണ്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ് എന്തും പറയാന്നുള്ളത്. ഈ പാരഗണിലുണ്ടായ വിഷു ഇതാണ്. ഇടയെ വാടക വിളിയാണ് വിഷു ആയത്. ആ പയ്യന് ഏറ്റവും കൂടുതൽ വിഷമമായതാണ്. എടുത്ത് മാട്ര ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യന് വിഷമമായിപ്പോയി. ആ പയ്യൻ ദേഷ്യപ്പെട്ട് അങ്ങനെയാണ് അടിപൊളി ആയത്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ കാണണം ആൾക്കാരൊക്കെ. ഇതൊക്കെ കുറേ പഠിക്കണം. സൽക്കരണം എന്താണെന്ന് പഠിക്കണം ആദ്യം. എല്ലാത്തിനും മെയിൻ പണമാണ്. പണം ഉണ്ടെങ്കിൽ വില ഉണ്ട്, പണം ഇല്ലെങ്കിൽ വിലയില്ല. അതിലേ അത്ര തന്നെ. നമ്മളങ്ങനെ ഡീ പാരിസ് എത്തി. കവടിയാർ ഡീ പാരിസ്. വണ്ടി ഇവിടെ കൊണ്ട് വയ്ക്കാന്നാ ഈ സൈഡിൽ വയ്ക്കാം അല്ലേ? ഓക്കെ ഫുഡ് റെഡിയായി. ബാപ്പ എടുക്കാം. ഇങ്ങനെ പറഞ്ഞു ഇതിനാ പോക്ക് പോണത്. ഹൈവേ അത് പോക്ക് 66 അവിടെയാണോ? ഓക്കെ ഓർഡർ ഐറ്റം 2 പെപ്സിയാണ്. ഇതിൽ മാങ്കേ മോർ അങ്ങനെയല്ലേ പരസ്യം പറഞ്ഞതല്ലേ? പഴയ ഹിന്ദി പരസ്യം. ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്തിന് അവിടെ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കവടിയാർ തന്നെ. പണ്ഡിറ്റ് കോളനി എന്ന് പറയും. വഴി ഉണ്ടായില്ലേ? ഇവിടെ വഴിയില്ലെന്ന് തോന്നണ് വഴി ഉണ്ടെന്ന് തോന്നണ്, വഴി ഇല്ലെന്ന് തോന്നണ്. ഓക്കെ എങ്ങനെയൊക്കെ കറങ്ങി വഴി കണ്ടുപിടിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണാ ഇതാണ് അത്രയും കറക്കിയത് മാറി. ഇവിടെ തന്നെ തോന്നുന്നു വിൻഡേജ് വ്യൂ. ഫുഡ് കൊണ്ടുപോകണോ? ഓ ഫ്ലാറ്റ് നമ്പർ 8D അങ്ങോട്ടല്ലേ? മുടി ശരിക്കും വളർന്നല്ലേ? കുഴപ്പമില്ല. കയറാൻ കുഴപ്പമില്ല. ഓക്കെ 8D എവിടെ 8D. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്. കറക്റ്റാക്കി നിൽക്കണം അല്ലേ? ക്യാമറ ചാർജ് വരില്ല. ഇവിടുത്തെ 8D ഇവിടെ അല്ലേ? 8D പേ നോട്ട്. സൗമ്യ ശരിയാണ്. ഓക്കെ ശരി എന്നാൽ ഇവിടെ തന്നെ ടിപ്പുണ്ട് 30 രൂപ. ഓർഡർ ഡെലിവറി. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അക്സെപ്റ്റ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം വയ്യന്മാരാണ്. പോവാം. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 68 രൂപ 48 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ച സ്ഥലം സംസം വയ്യന്മാർ. ഇവിടെ നിന്ന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മളങ്ങനെ സംസം വയ്യന്മാർ എത്തി. $7524. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇടപ്പഴിഞ്ഞാണ്. ഇവിടുന്ന് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബീഫ് പെപ്പർ മസാലയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:35 ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓർഡർ കൊടുത്ത് അടുത്ത ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓർഡർ എടുത്തോടെങ്കിൽ പോകണമെങ്കിൽ പോകാം. അങ്ങനെ ഓർഡർ അടിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സൊമാറ്റോ ആപ്പ് ഓഫിലാക്കിയിട്ട് നേരെ വീട്ടിൽ പോകാം. ഓക്കെ നമ്മളിങ്ങനെ വഴുതക്കാട് ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. റോഡൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നല്ലേ? എന്ന് ശരിയാവാൻ ഒരു പിടിയില്ല. ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇപ്പോൾ പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആയിക്കൊള്ളായിരുന്നല്ലേ? നമ്മളങ്ങനെ ഇടപ്പഴിഞ്ഞെത്തി. ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ ഇവിടുന്ന് 130 മീറ്റർ ദൂരമേ ഉള്ളൂ. എത്താറ് ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ വീട് തന്നെ. ബെല്ലുണ്ടാ? ബെല്ലടിക്കാൻ ബെല്ലൊന്നുമില്ല. കോൾ വിളിക്കാം അല്ലേ? ഓക്കെ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ എത്രയായി കറക്റ്റായിട്ട്? മണി ഇപ്പോൾ കറക്റ്റ് 11 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അടിച്ച ഓർഡർ ഇടപ്പഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ ഗോപ്രോ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടിയ പേയ്മെൻറ്റ് 35 രൂപ. പിന്നെ അതിനുശേഷം ഓർഡർ അടിച്ചായിരുന്നു. അത് പാളയത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓർഡർ എടുത്ത് പുളിമൂടി ജംഗ്ഷനിൽ കൊടുത്തപ്പോൾ കിട്ടി 24 രൂപ സംതിങ് ആയിരുന്നു. ഇപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ എന്ന് പറഞ്ഞാൽ 9 ഓർഡറാണ്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 368 രൂപ പ്ലസ് 30 രൂപ ടിപ്പ്, 120 ഇൻസെൻറ്റീവ്. എല്ലാം കൂടെ മൊത്തം കിട്ടിയത് 518 രൂപ 80 പൈസ സംതിങ് ആണ്. ഇന്നത്തെ ഓട്ടം ലാഭം. സൂപ്പർ കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളി പൊളി തന്നെ. അമേസിങ്. ഇന്ന് മൊത്തം ഓടി കിലോമീറ്റർ ഒരു 50 കിലോമീറ്റർ അടുത്ത് ഓടിക്കണം. ഇപ്പോൾ കാപ്പി പിടിക്കാം. പക്ഷേ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ട്, പൊരിച്ച മീൻ, പിന്നെ പാളയംകുട പഴമുണ്ട്,
ഇതൊക്കെ വെച്ച് ഒരു കലക്ക അല്ലേ. പൊരിച്ചപ്പോൾ ഉച്ചയ്ക്ക് വെച്ചാണ്, ബാക്കി വന്നാണ്. അപ്പോൾ അത് കളയാണ്ട് വിചാരിച്ച് കഴിക്കാൻ പോവുകയാണ്. അത്ര വേറെ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ പേരങ്ങ റെസ്റ്റോറൻറ്റിൽ അടിയായെന്ന് പറഞ്ഞു നമ്മൾ ആ സൊമാറ്റോ ഡെലിവറി പോയായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം മെയിൻ പറയാൻ കാരണം അതായത് ആ പയ്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണുമായിരിക്കും, ചിലപ്പോൾ ഇല്ലെന്ന് പറയാനുള്ള. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഒരാളെ അടിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇത്രയും പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത്, അതായത് പേരൻ റെസ്റ്റോറൻറ്റ് ഒരു ബ്ലാക്ക് മാർക്ക് വീഴണം, ഒരു നെഗറ്റീവ് അടിപ്പിക്കണം, അങ്ങനെ അതിനുവേണ്ടിയല്ല പറയണത്. അതായത് പേരൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, ഞാൻ അവരാണ് ബ്ലെയിം ചെയ്യണത്. കാരണം അവരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ പയ്യനെ അടിക്കുന്ന ആ വീഡിയോ ഫസ്റ്റ് പുറത്തു വിട്ടത് വേറെ ആരുമില്ല, നിങ്ങളെ കസ്റ്റമർ തന്നെ. നിങ്ങളെ പേരൻ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുന്ന കസ്റ്റമർ തന്നെ ഈ വീഡിയോ എടുത്ത് പുറത്ത് വിട്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുന്ന കസ്റ്റമറിന് എന്തുമാത്രം മനസ്സിനകത്ത് വിഷമായിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് സർവീസ് ചെയ്യണത്? കസ്റ്റമറിന് വേണ്ടിയിട്ട്. ആ കസ്റ്റമറിന്റെ മുമ്പ് വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് എന്തുമാത്രം നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം ഒരാളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, എന്ത് പ്രശ്നം തന്നെ ആവട്ടെ സംസാരിച്ച് തീക്കാം. ഒരിക്കലും അടിപിടി നടത്താൻ പാടില്ല, ഗുണ്ടായസം കാണിക്കാൻ പാടില്ല. ആ പയ്യനെ അടിച്ച അത്ര പേരുടെ പേരിൽ ആക്ഷൻ എടുത്തേ പറ്റൂ. ആ പയ്യനെ കിട്ടാനുള്ള ന്യായം കിട്ടിയേ പറ്റൂ. അത്ര തന്നെ. ആ പയ്യന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണുമായിരിക്കും, ഇല്ലെന്ന് പറയണില്ല. എന്നാലും ആ പയ്യൻ അടിച്ചത് തെറ്റാണ്, 100% തെറ്റാണ്. അത്ര തന്നെ. ഓക്കെ, അപ്പോൾ കഴിക്കാം. വിശകണ് വാ. ഇപ്പോൾ ചാള മീൻ പൊരിച്ചത് എടുത്ത് വയ്ക്കാം. വാ, നല്ല മുള്ളുണ്ടാ. കുറച്ച് പുട്ടെടുക്കുക, ആ മീനിൻ്റെ കൂടെ ഇട്ട് വരവുക അല്ലേ. മുള്ളില്ലല്ലോ, തൊണ്ടയിൽ കൂടി ചാവാൻ പാടില്ല ലാസ്റ്റ്. ഓക്കെ, എടുത്തിട്ട് ഇപ്പം പൊളി അടിപൊളി. വാ വളരെ വാ. ഇനി അടുത്തത് മീൻ കഴിച്ചിട്ട് പഴം വെച്ച് കഴിക്കണം. പഴം കൊണ്ട് പഴമിട്ട് വേറെ നല്ല കഴിച്ചിട്ട് കഴിക്കാം. അത്രയാണ് എൻ്റെ. വേറെ ഒന്നും പറയാനല്ലോ. അപ്പോൾ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കാം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കാം ഗായ്സ്. കാമോൺ ഗായ്സ്. പുട്ടല്ലേ പതുക്കെ ഇറങ്ങുള്ളൂ. ഇപ്പോൾ ഓക്കെ, അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കാം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ബാ 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 ബാ.